നമ്മൾ വേറൊരു ടൈപ്പ് ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇത് തോരനായിട്ട് മെഴുക്കുവരട്ടിയായിട്ടും ഒക്കെ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു ചീരയാണ് കേട്ടോ. അമ്മയും ഞാനും കൂടി ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ വീട്ടുവളപ്പിലും വയലിന്റെ സൈഡിലും പറമ്പിലൊക്കെ ധാരാളമായിട്ട് നട്ടു വളർത്തുന്ന ഒരു ചീരയാണ് ഇത്. ഇതിന് വയൽ ചീര, വെള്ളച്ചീര, മധുരച്ചീര എന്നൊക്കെ ധാരാളം പേരുകളുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ചീരയ്ക്ക് എന്താ പേരെന്നുള്ളതൊന്ന് താഴെ പറയണേ. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതിനാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ കണ്ണിന്റെ കാഴ്ചയ്ക്കും ഉയർന്ന അളവിൽ ഇരുമ്പിന്റെ അംശമുള്ളതുകൊണ്ട് രക്തക്കുറവ് കൊണ്ട് ശരീരത്തിലുണ്ടാവുന്ന വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഈ രീതിയിലാണ് ഇതിന്റെ ഇല ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഊരിയെടുത്തിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞിടുന്നത്. ഇല മാത്രമല്ല, ഈ ഇളം തണ്ടുകളും കൂടെ ഒടിച്ചെടുത്തിട്ട് നമ്മൾ അതിന്റെ കൂടെ ഉൾപ്പെടുത്തും. ഇത് അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് തോരൻ പോലെ ഉണ്ടാക്കും. അതേപോലെ തന്നെ വെളുത്തുള്ളി, വറ്റൽമുളകൊക്കെ ചതച്ചിട്ട് മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കും. പിന്നെ പരിപ്പിന്റെ കൂടെയൊക്കെ ഇട്ടിട്ട് നമ്മൾ കറി പോലെ ആക്കിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കും കേട്ടോ. അപ്പൊ ഇത് വീടുകളിൽ ഇല്ലാത്തവര് എന്തായാലും നട്ടു വളർത്താം. നമ്മൾ ഇതിന്റെ കമ്പ് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയെ വളർന്നോളും. വളമൊന്നും പ്രത്യേകിച്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്ക് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.